Hi friends, ആസിഫാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 7000 രൂപയ്ക്ക് താഴെ നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു അടിപൊളി സ്മാർട്ട് ഫോണാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. Redmi 9A അൺബോക്സിങ്ങും പിന്നെ ഇതിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചെറിയ കാശിന് നമുക്ക് വാങ്ങാൻ പറ്റിയ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുകളൊക്കെ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ തുടങ്ങാം. 2GB റാം 32GB സ്റ്റോറേജ് സ്കൈ ബ്ലൂ വേരിയൻ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ പിറകിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോട്ട് നോച്ച് ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി, 13 മെഗാ-പിക്സലിൻ്റെ AI റെയർ ക്യാമറ, അതേപോലെ തന്നെ ഹീലിയോ G25 ഒക്ടാ കോറിൻ്റെ പ്രൊസസ്സറാണ് ഇതിനുള്ളത്. പിന്നെ ഡ്യുവൽ വോൾട്ടി വിത്ത് Wi-Fi, പിന്നെ 5 മെഗാ-പിക്സലിൻ്റെ സെൽഫി ക്യാമറ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകളാണ് ഇതിലുള്ളത്. നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. ഓൾറെഡി ഞാൻ പൊട്ടിച്ചിരിക്കുകയാണ്. മുകളിൽ തന്നെ ചെറിയൊരു ബോക്സ് കാണാം. അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ യൂസർ മാനുവൽ, അതേപോലെ തന്നെ സിം ഇജക്ടർ ടൂള് ആണ്. പിന്നെ അതിന് താഴെ നമുക്ക് ഫോൺ കാണാൻ പറ്റും. സ്കൈ ബ്ലൂ കളറാണ്, അടിപൊളിയാണ്. നമുക്ക് ഫോൺ ആദ്യം മാറ്റി വെക്കാം. പിന്നെ നമുക്കുള്ളത് 10 വാട്ടിൻ്റെ ചാർജർ, പിന്നെ ചാർജിങ് കേബിള്, ഇത്രയും സാധനമാണ് ഇതിനോടൊപ്പം ഉള്ളത്. ഫോണിൻ്റെ കൂടെ നമുക്ക് കേസൊന്നും കിട്ടുന്നില്ല. നമുക്ക് ഈ റെഡ്മിയുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചീന്തിക്കളയാം. 6.5 ഇഞ്ചിൻ്റെ HD ഡിസ്പ്ലേ ആണുള്ളത്. ഡോട്ട് നോച്ച് ഡിസ്പ്ലേ, 5 മെഗാ-പിക്സലിൻ്റെ സെൽഫി ക്യാമറയും നമുക്ക് ലഭിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഫിസിക്കൽ ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡിൽ പ്ലാസ്റ്റിക് ബോഡിയാണ്, പക്ഷെ നല്ല പ്രീമിയം ലുക്ക്, ഫിനിഷിങ് ഉള്ള അടിപൊളി സാധനമാണ്. ഇതിൽ 3 കളർ വേരിയൻ്റ് ഉണ്ട്, ബ്ലൂ, ബ്ലാക്ക്, ഗ്രീന്. എനിക്ക് ബ്ലൂ ആണ് ഒന്നുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. കൈയുടെ കല ഒന്നും അത്ര പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഫോണിൻ്റെ താഴ്ഭാഗത്ത് റൈറ്റ് സൈഡിൽ സ്പീക്കർ ഗ്രില്ല് കാണാം. അതേപോലെ തന്നെ ഓൾഡ് ടൈപ്പ് മൈക്രോ USB ചാർജിങ് പോർട്ട്, പിന്നെ ഇടത് സൈഡിൽ മൈക്ക്. ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, പിന്നെ വോളിയം അപ്പ് ഡൗൺ കീ, പിന്നെ മുകളിൽ സൈഡിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇടാൻ പറ്റും. ഫോൺ മൊത്തത്തിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആഡ്സ് വരുന്നുണ്ട്. റെഡ്മി ഫോൺ ആയതുകൊണ്ട് നമ്മളത് കെയർ ചെയ്യേണ്ടതില്ല. ജസ്റ്റ് സ്ലൈഡ് ചെയ്താൽ മതി, അതിൽ ക്ലിക്ക് ചെയ്ത് സമയം കളയണ്ട. ഓക്കെ. ഫോണിൻ്റെ ബാക്കിൽ ഒരു ക്യാമറ, 13 മെഗാ-പിക്സലിൻ്റെ ക്യാമറ, പിന്നെ ഫ്ലാഷ് ലൈറ്റ് കാണാൻ പറ്റും. പ്ലാസ്റ്റിക് ബോഡിയാണ്, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അതേപോലെ തന്നെ താഴെ റെഡ്മിയുടെ ബ്രാൻഡിങ് കാണാം. റെഡ്മി 9Aയിൽ ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ഹീലിയോ G25 പ്രൊസസ്സറാണ്, ഒക്ടാ കോർ പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഹൈ ഗ്രാഫിക് ഗെയിംസ് ഒന്നും പറ്റില്ല, നോർമൽ ഗെയിംസൊക്കെ കളിക്കാൻ പറ്റും. ക്യാമറ ഓപ്പൺ ചെയ്തപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു. ഇവിടെ പ്രോ മോഡ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വീഡിയോ, ഫോട്ടോ, നോർമൽ ഫോട്ടോ, അതേപോലെ തന്നെ പോർട്രേറ്റ് മോഡ്, പിന്നെ മോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈം ലാപ്സ് വീഡിയോസും കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് സാമ്പിൾസ് നോക്കാം. ഇത് നോർമൽ ഫോട്ടോയാണ്. നോർമലായിട്ട് ക്ലിക്ക് ചെയ്ത ഫോട്ടോ, അത്യാവശ്യം റെയർ ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്ത ഫോട്ടോ, അത്യാവശ്യം ഓക്കെയാണ് ഫോട്ടോ. ഇനി നമുക്ക് ഇത് പോർട്രേറ്റ് മോഡിൽ ഞാൻ ക്ലിക്ക് ചെയ്ത ഫോട്ടോയാണ്. ഇതിൽ നമുക്ക് നല്ല എഡ്ജ് ഡിറ്റക്ഷനും ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ കാണാം. ഓക്കെയാണ്. റെയർ ക്യാമറ അത്യാവശ്യം ഓക്കെയാണ്. ഫ്രണ്ട് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ വെറും തല്ലിപ്പൊളി എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും. വീഡിയോസും അത്ര നല്ല ക്വാളിറ്റി ഒന്നുമില്ല. നമുക്ക് 1080p 30 fps വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേയിൽ നമുക്ക് 720 പിക്സൽസിൽ HD വീഡിയോ കാണാൻ പറ്റും. നല്ല ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നോർമൽ നമുക്ക് നല്ല മിഡ് റേഞ്ച് ഫോൺസിലൊക്കെ കാണാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ക്ലാരിറ്റിയിൽ വീഡിയോകൾ ഇതിൽ പ്ലേ ചെയ്തിട്ട് കാണാൻ പറ്റും. 7000 രൂപയ്ക്ക് ഇതിലും മികച്ച ഡിസ്പ്ലേ നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കാനാണ്. അടിപൊളിയാണ്. സെറ്റിങ്സിൽ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫേസ് അൺലോക്ക് ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഫേസ് ആഡ് ചെയ്യണം. മെയിലാണോ ഫീമെയിലാണോ എന്ന് ഫേസ് ഡിറ്റക്ട് ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യും. ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഫേസ് ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സക്സസ്ഫുള്ളി അത് സെറ്റപ്പ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഉണ്ട്. ഒന്നുകൂടി നോക്കാം. നല്ല ഫാസ്റ്റ് ഉണ്ട്, അത്ര സ്ലോ ഒന്നുമല്ല. ഫേസ് അൺലോക്ക് ഫീച്ചേഴ്സ്
ഈ ഫോണിലെ ബാറ്ററിയാണ് ഏറ്റവും മികച്ചതായിട്ടുള്ളത്. 5000 mAh ബാറ്ററി. നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് 2.5 മണിക്കൂറോളം ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ 2.5 ദിവസത്തോളം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ബാറ്ററി അടിപൊളിയാണ് ഈ സ്മാർട്ട് ഫോണിനകത്ത്. അപ്പോൾ ചെറിയ റേഞ്ചിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫീച്ചേഴ്സുകളൊക്കെ ഉള്ള ഫോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണ് ബെസ്റ്റാണ്, Redmi 9A. വീഡിയോ ഷെയർ ചെയ്യാം. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി.